നമുക്ക് കുമ്പളങ്ങി സിനിമയിൽ കണ്ട കവരി എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് നേരെ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ കവര് കാണാൻ കുമ്പളങ്ങിയിലല്ല ഇപ്പോൾ വന്നതാണ്. അപ്പോൾ അതേ നിങ്ങൾക്ക് നോക്കിയാൽ നല്ല തിരക്ക് കാണാൻ പറ്റും. ഇത് കുമ്പളങ്ങിയല്ല, എൻ്റെ വീടിൻ്റെ ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്താണ്. കുമ്പളങ്ങിയിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അടുത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് കവര് കറക്റ്റായിട്ട് കാണാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ കവര് നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുമ്പളങ്ങിയിൽ അത്രയും കവര് ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കവര് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരു മാളയിൽ നിന്ന് കൊടുങ്ങല്ലൂർ പോണ റൂട്ടിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ഇതൊരു തോട് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ആൾക്കാർ വരുമ്പോൾ ഫ്ലാഷ് ഓൺ ആക്കാനും കറക്റ്റ് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക്, ഒരു കാട് പോലത്തെ സ്ഥലമാണ്, അപ്പോൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയാൽ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി കുറച്ചും കൂടി ഇരുട്ട് വേണം. അപ്പോൾ ഇന്ന് നിലാവില്ലാത്ത ദിവസമായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം എന്തോരം കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതാണ് കവര്. അപ്പോൾ കുമ്പളങ്ങിയിൽ അത്രയും ഇല്ല, എന്നാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ക്യാമറയുടെ ഈ FPS സംഭവങ്ങളൊക്കെ കൂട്ടി, എക്സ്പോഷറൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐഫോണിലാണ്. ഒരു വലിയ വടി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐഫോണിൽ ഫോട്ടോ മോഡിൽ ഇട്ടിട്ട് അതിൻ്റെ ഷട്ടർ സ്പീഡ് കുറച്ചിട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ വീഡിയോ മോഡിലിട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ മോഡിലിട്ട് ഷൂട്ട് ചെയ്ത് അവിടെ വെച്ച് നോക്കിയപ്പോൾ ഇത് അത്ര വെളിച്ചം എനിക്ക് തോന്നിയില്ല ഫോണിൽ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ മോഡിലിട്ട് അതിൻ്റെ ഷട്ടർ സ്പീഡ് കുറച്ച് നോക്കിയപ്പോൾ കുറച്ചും കൂടി അതിനേക്കാളും കാണുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ രണ്ടും ഷൂട്ട് ചെയ്തുണ്ടായി. അപ്പോൾ ഞാൻ വീട്ടിലെത്തി എഡിറ്റിംഗ് ടൈമിൽ ഇട്ട് നോക്കിയപ്പോഴാണ് മറ്റേ വീഡിയോ മോഡിലിട്ടത് കറക്റ്റായിട്ട് കിട്ടിയത് മനസ്സിലായത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കവര് എന്ന് പറഞ്ഞ ഒരു ബയോലൂമിനിസെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബാക്ടീരിയ, ആൽഗ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വെള്ളത്തിൽ ചെമ്മീൻകെട്ട് അതുപോലെയുള്ള വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം കൂടുമ്പോൾ വരുന്നൊരു തരം ബാക്ടീരിയസാണ്. അപ്പോൾ ഇതിന് സ്വയം ഈ വെളിച്ചം പുറപ്പെടുവിക്കാനുള്ളൊരു കഴിവുള്ളൊരു ടൈപ്പ് ബാക്ടീരിയയാണ്. ഇത് കൂടുതലായിട്ടും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കാണാൻ പറ്റുക. അപ്പോൾ മാർച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇത് കൂടുതലായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയിൽ കാണിക്കുന്നത് അവർ CGI ചെയ്തതെന്നാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഒറിജിനൽ കവര് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലം കുറേ ആൾക്കാർ, കഴിഞ്ഞ കൊല്ലത്തേക്കാളും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയ വണ്ടികളും ആൾക്കാരൊക്കെ നിറച്ച് കാണാൻ പറ്റും. അപ്പോൾ മിക്കവരും ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഗൈസ് നമ്മൾ കവര് കാണാൻ പോയിട്ട് കണ്ടു, പക്ഷേ ഫോൺ ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് കൊടുക്കാനായിട്ട് സിനിമയിൽ കാണിക്കുന്നത് CGI ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഫോണിലൊരു സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ കാണുന്നത് CGI ചെയ്തതാണ്. അപ്പോൾ ഇത് ഒറിജിനലാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.
അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം.